കൂപ്പകരങ്ങളോടെ ഈ അൽത്താരയിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ കാണാം. ഹൃദയം, ജീവിതം, ജീവിതത്തിൻ്റെ ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങൾ, പ്രതീക്ഷകൾ എല്ലാം ഈ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുക. വിട്ടുകൊടുക്കാൻ പറ്റാത്തത് കൊണ്ടല്ലേ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണാൻ പറ്റാതെ പോകുന്നത്. നമുക്കെന്നും ആകുലതകളും നമുക്കെന്നും ഭയപ്പാടുകളും ആശങ്കകളുണ്ടെങ്കിൽ എന്തിനെക്കുറിച്ചാണോ നമ്മൾ ഭയപ്പെടുന്നത്, എന്തിനെക്കുറിച്ചാണോ നമ്മൾ ആകുലപ്പെടുന്നത്, എന്തിനെക്കുറിച്ചാണോ നമ്മൾ അസ്വസ്ഥരാകുന്നത്, ആ വിഷയത്തെ ഇപ്പോഴും കർത്താവിന് കൊടുത്തിട്ടില്ല എന്നുള്ളതല്ല അതിനർത്ഥം. നമ്മുടെ കൈപ്പിടിയിൽ ഒതുക്കി വെച്ചിരിക്കുന്നത് നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ആശങ്ക നമ്മളെ വേട്ടയാടുമല്ലോ. എന്നാൽ ഞാനത് കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുത്ത് ഇപ്പോൾ അത് കർത്താവിൻ്റെ കരങ്ങളിലാണെങ്കിൽ പിന്നെ ഞാൻ അതേക്കുറിച്ച് ആശങ്കപ്പെടേണ്ടതില്ലല്ലോ. ഏറ്റവും സുരക്ഷിതമായ കരങ്ങളിലല്ലേ. മക്കളെ, കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കർത്താവിൻ്റെ കാരുണ്യം ആവശ്യമുള്ള എല്ലാ മേഖലകളും ഇപ്പോൾ സമർപ്പിച്ച് നിങ്ങളുടെ കുടുംബം, ജീവിത പങ്കാളി, കുഞ്ഞുങ്ങള്, മാതാപിതാക്കള്, രോഗികളായിട്ടുള്ളവര്, വരുമാന മാർഗങ്ങള്, ജോലി മേഖലകള്, പഠനം, വിവാഹം, എന്തുമാകട്ടെ, നിങ്ങളുടെ മനസ്സിനെ ഒക്കെ അലട്ടുന്ന ആ ജീവിതത്തിന്റെ വിഷയമുണ്ടല്ലോ, ആ വിഷയം ദൈവകരങ്ങളിലേക്ക് വിട്ടുകൊടുക്കുക. കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിക്കപ്പെടുമ്പോൾ, പൂർണ്ണമായി സമർപ്പിക്കപ്പെടുമ്പോൾ പിന്നെ അത് ആകുലതയുടെ വിഷയമല്ല. എന്നാൽ പൂർണ്ണമായി സമർപ്പിക്കാത്തിടത്തോളം കാലം അതെന്നും ആകുലതയുടെ വിഷയമാണ്. കൊണ്ട് പ്രാർത്ഥിക്കാൻ തമ്പുരാനെ, നിന്റെ കരങ്ങളിൽ ഞങ്ങളെ പൂർണ്ണമായി സമർപ്പിക്കാൻ അനുവദിക്കണമെന്ന് എല്ലാ മക്കളും പ്രാർത്ഥിക്കുക. ഇതൊരു വിട്ടുകൊടുക്കലാണ്, അതൊരു പുറപ്പാട് അനുഭവമാണ്. അബ്രാഹത്തോട് കർത്താവ് പറഞ്ഞില്ലേ, സ്വന്തം ദേശം വിട്ടുപോകാൻ, സ്വന്തം ബന്ധങ്ങളെല്ലാം വിട്ടിട്ട് പോകാൻ, ഞാൻ കാണിച്ചു തരുന്ന ഒരു ദേശത്തേക്ക് പോകാൻ പറഞ്ഞു. ഒന്നും അറിയില്ല, ആരുമില്ല. ബട്ട് സ്റ്റിൽ ഹി ബിലീവ്ഡ്. പക്ഷേ കേട്ട ദൈവസ്വരായതുകൊണ്ട് അബ്രഹാം വിശ്വസിച്ചു. എല്ലാം വിട്ടുപേക്ഷിച്ചിട്ട് അബ്രഹാം യാത്രയായി. മോശയെ കർത്താവ് വിളിച്ചില്ലേ, ഇസ്രായേൽ ജനത്തെ ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുക, എന്നിട്ട് പറഞ്ഞ് കാനാൻ ദേശത്ത് എത്തിക്കാം. യാത്രയായി. വെള്ളമില്ലാത്ത, ഭക്ഷണം കിട്ടാത്ത മരുഭൂമികളിലൂടെ ദൈവം തന്റെ ജനത്തെ നടത്തി. അങ്ങനെ ദൈവം നടത്തി. മോശ തന്റെ വിശ്വാസം മുഴുവനും കർത്താവിൽ അർപ്പിച്ചു. ദൈവം ഓരോ സമയത്തും മോശയുടെ ജീവിതത്തിൽ, ഇസ്രായേൽ ജനത്തിന്റെ ജീവിതത്തിൽ ഇടപെട്ടു. ഒന്നും മുൻകൂട്ടി ഇടപെട്ടില്ല, തക്ക സമയത്ത് ഇടപെട്ടു. ഒന്നും നേരത്തെ നൽകി അനുഗ്രഹിച്ചൊന്നുമില്ല. ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ളത് കൊടുത്തു. ഭക്ഷണം കിട്ടാതെ വന്നപ്പോൾ മന്ന കൊടുത്തു, വെള്ളമില്ലാത്തപ്പോൾ വെള്ളം കൊടുത്തു, വെയിൽ വന്നപ്പോ മേഘസ്തംഭം കൊണ്ട് തണൽ കൊടുത്തു, രാത്രിയായപ്പോ അഗ്നിസ്തംഭം കൊണ്ട് പ്രകാശം കൊടുത്തു. അങ്ങനെ ഇസ്രായേൽ ജനത്തിന്റെ ജീവിതത്തിലുടനീളം അവരനുഭവിച്ച ആ കർത്താവിന്റെ കരുണയും സ്നേഹവും ഉണ്ടല്ലോ, അത് മോശയുടെ വിശ്വാസത്തിന്റെ പൂർത്തീകരണം കൂടിയാണ്. നമ്മളും ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ പ്രാപിക്കാൻ, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ നമ്മൾ പൂർത്തീകരിക്കപ്പെടാൻ നമ്മൾ പൂർണ്ണമായും കർത്താവിൽ ആശ്രയിക്കണം. അപ്പോൾ അത്ഭുതങ്ങൾ കാണാൻ പറ്റും. അത്യത്ഭുതകരമായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. കാരണം നമ്മളിപ്പോൾ ആകുലപ്പെട്ട് ആലോചിച്ച് ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിഷയത്തെ ദൈവത്തിന്റെ കരങ്ങളിൽ കൊടുക്കുമ്പോൾ കർത്താവിന് മനോഹരമായിട്ട് ഇടപെടാൻ പറ്റും. നമ്മൾ പിടിച്ചു വെക്കുന്നിടത്തോളം കാലം, മനസ്സുകൊണ്ടെങ്കിലും നമ്മൾ ആ വിഷയത്തെ പിടിച്ചു വെക്കുന്നിടത്തോളം കാലം ദൈവം ഇടപെടണമെന്നില്ല. ദൈവം ഇടപെടാൻ നീ ആഗ്രഹിക്കുന്നുണ്ട്, അത് പൂർണ്ണമായി സമർപ്പിക്കും.
പ്രഭാഷകന്റെ പുസ്തകം 48-ാം അധ്യായം 20 മുതലുള്ള വചനങ്ങൾ. അവർ കൈകൾ ഉയർത്തി കാരുണ്യവാനായ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. പരിശുദ്ധനായവൻ സ്വർഗത്തിൽ നിന്ന് അവിടെ നിലവിളി തക്ഷണം ശ്രവിക്കുകയും പ്രവാചകൻ വഴി അവരെ രക്ഷിക്കുകയും ചെയ്തു. കേട്ടെ, യെശയ്യാ പ്രവാചകൻ അയച്ച് കർത്താവ് അവരെ രക്ഷിച്ചു. എപ്പോഴാ? അവർ കൈകൾ ഉയർത്തി കാരുണ്യവാനായ കർത്താവിനെ നിലവിളിച്ചപേക്ഷിച്ചു. പരിശുദ്ധനായവൻ സ്വർഗത്തിൽ നിന്ന് അവരുടെ നിലവിളി തക്ഷണം ശ്രവിക്കുകയും തക്ഷണം യെശയ്യാ വഴി അവരെ രക്ഷിക്കുകയും ചെയ്തു. കരങ്ങൾ രണ്ടും തുറന്ന് ഈശോയിലേക്ക് നീട്ടിപ്പിടിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളും കഷ്ടതയുടെയും വേദനയുടെയും സങ്കടത്തിൻ്റെ ഒക്കെ നടുവിലാണ്. അറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന്, എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് അറിയില്ല, എന്ത് തീരുമാനം എടുക്കണമെന്ന് അറിയില്ല, ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് അറിയില്ല. അങ്ങനെ ഒരു ജീവിതയാത്രയാണ്. എല്ലാം അങ്ങോട്ട് ഇളകി മറിഞ്ഞ് കിടക്കുന്ന പോലെ, ഒന്നിനും ഒരു ലക്ഷ്യമില്ലാത്തതുപോലെ, എന്തൊക്കെയോ ജീവിതത്തിൽ സംഭവിച്ച് അങ്ങോട്ട് മുന്നോട്ട് പോകുന്ന പോലെ, ഇതൊക്കെ എങ്ങോട്ടെന്ന് പോലും അറിയാതെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. തമ്പുരാനെ, ഈശോയെ, നിന്റെ കാരുണ്യം തക്ഷണം അത്ഭുതമായി ഈ മക്കളുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ തുറന്ന് ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് കണ്ണു തുറന്ന കർത്താവിനെ കണ്ട് എല്ലാ മക്കളും താഴ്ന്ന സ്വരത്തിൽ ഈശോയെ സ്തുതിച്ചുകൊണ്ടിരിക്കുക. ചെയ്യേണ്ട കാര്യങ്ങളൊന്ന്, ദൈവത്തെ ഹൃദയം കൊണ്ട് ആരാധിച്ചുകൊണ്ടിരിക്കുക. 2, ഹൃദയത്തിൻ്റെ എല്ലാ ആകുലതകളും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കട്ടെ. അപ്പോൾ കർത്താവ് നിശ്ചയമായിട്ടും ഇസ്രായേൽ ജനത്തിന്റെ ജീവിതത്തിൽ ഇടപെട്ട കർത്താവ് നമ്മുടെ ഒക്കെ ജീവിതത്തിൽ ഇടപെടും. വിശ്വസിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന, ആരാധന. ഒന്നിനെ കുറിച്ചെനിയും എനിക്കാകുല ചിന്തയില്ല. ജീവമന്നാ തന്നവൻ എന്നും ക്ഷേമമായി പാലിക്കുന്നു. ജീവമന്നാ തന്നവൻ എന്നും ക്ഷേമമായി പാലിക്കുന്നു. മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും ഈ നിമിഷം മുട്ടുകുത്തുന്നു. ഈ നിമിഷം ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകളും നിയോഗങ്ങളും ഇപ്പോൾ ഈ അൾത്താരയിലേക്ക് ചേർത്ത് വയ്ക്കാം. മുട്ടുകുത്തിയ കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് ദിവ്യകാരുണ്യ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുമ്പോൾ പ്രാർത്ഥിക്കാം. തമ്പുരാനെ, ഈ ആശീർവാദം എൻ്റെ ജീവിതത്തിൽ വലിയൊരു അത്ഭുതത്തിൻ്റെ അടയാളത്തിൻ്റെ നിമിഷമായിട്ട് മാറട്ടെ. നാളെയിലെ ഈ നിമിഷത്തെ ഓർത്ത് സാക്ഷ്യപ്പെടുത്താൻ ദൈവം നീ എന്നെ അനുവദിക്കണമെന്ന് പ്രാർത്ഥിക്കുക. സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശ്വരാശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ഈശോയെ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ.